ഹലോ ഗൈസ്, എന്താണ് വിശേഷങ്ങൾ? ഞാൻ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാലത്ത് തന്നെ എഴുന്നേറ്റു. നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടികളാണ് ഞാൻ ആദ്യം നോക്കുന്നത്. വേറെ ഒന്നുമില്ല, കാലത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാമെന്നൊരു കുട്ടി പ്ലാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം തന്നെ ദോശ ഉണ്ടാക്കി വെച്ച പിള്ളേരെ എഴുന്നേൽക്കുമ്പോഴേക്കൊക്കെ അതങ്ങ് ഇതാവും. സോ ആദ്യം തന്നെ ഞാൻ കുറച്ച് പരിപ്പും തക്കാളി അങ്ങോട്ട് വെക്കാൻ തീരുമാനിച്ചു. പരിപ്പും തക്കാളിയും വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞിട്ടു, കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങ് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും മൂപ്പര് വിസിലടിക്കാൻ തുടങ്ങി. അത് പതുക്കെ മാറ്റി വെച്ച് അത് തുറന്നപ്പോഴത്തേനും ഞാൻ ഈ തേങ്ങ അരച്ചത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കേട്ടോ. അപ്പോഴാണ് ഓർത്തത് എന്തായാലും ചട്നി ഉണ്ടാക്കി വയ്ക്കാം, ദോശയാണല്ലോ. അങ്ങനെ ചട്നി ഉണ്ടാക്കി വെച്ചു. ചട്നിക്ക് കടുക് പൊട്ടിച്ചു. എന്നിട്ട് ഈ സംഭവം അതിലൊക്കെ ആണ്ട് ഒഴിച്ചിട്ട് ചട്നി അങ്ങ് സെറ്റ് ചെയ്തു. നിങ്ങളങ്ങനെയാണോ ഉണ്ടാക്കാറ്? എനിക്കറിയില്ല. അപ്പോൾ ഈ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന വേറെ ഒന്നുമില്ല, ഈ ഒരു കല്ല് കണ്ടോ, ഇതൊന്ന് വൃത്തിയാക്കാനും അതേപോലെ പുറമൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോയതാണ്. അവിടെ ഒരു ചെറിയൊരു സാധനം വരുന്നുണ്ട്. ദെൻ ബാക്ക് ടു നോർമൽ നമ്മുടെ അടുക്കളപ്പണികളിലേക്ക് വന്നു. അടുക്കളപ്പണികളിൽ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പുത്രൻ എഴുന്നേറ്റ് വന്നു. അവരൊക്കെ പല്ലൊക്കെ തേപ്പിച്ചു. പിന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വെച്ച് ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ കാശ് വന്നിട്ടുണ്ട് പാത്രം കഴുകി തരുന്നു. എന്ത് പറ്റിയോ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ, നല്ല കുട്ടിയാണ്. ചിലപ്പോൾ ഒക്കെ അമ്മേനെ സഹായിക്കാൻ വരുവുള്ളൂ. അപ്പോഴത്തേനും ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ വെച്ച് തന്നെ ഈസുവിനെ കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ബാക്കി പണികളൊക്കെ അങ്ങോട്ട് ചെയ്തു. ഞങ്ങൾ കളിയും തമാശയൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് മെയിനായിട്ട് നടക്കാറ് കേട്ടോ. നിങ്ങളങ്ങനെയൊക്കെ തന്നെയല്ലേ? അപ്പോഴത്തേനും നമ്മുടെ ഗസ്റ്റ് വന്നു. എന്താണെന്ന് മനസ്സിലായോ? ഒരു കുഞ്ഞു വാഷിംഗ് മെഷീൻ വാങ്ങിയതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്ക് മീൻ വറുത്ത് ചോറിനുള്ള പരിപാടികളായി. അങ്ങനെ ഞാൻ മീൻ വറുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. സമയം 3 മണി കഴിഞ്ഞു. ദെൻ ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. വേറെ എങ്ങോട്ടുമല്ല, ഇസുവിനൊന്ന് ഡോക്ടറെ കാണിക്കണമായിരുന്നു. ചെറിയ ചുമയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചേച്ചിമാരും കൂടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ പോവാം, സ്നാക്സ് വാങ്ങാം ചേച്ചിയെ എന്ന് പറഞ്ഞു. എന്നാൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇതെന്നുള്ള കലാപരിപാടിയൊന്നും അല്ല കേട്ടോ. എന്നെ ചീത്ത വിളിക്കരുത്, കുട്ടികൾക്ക് ഈ സ്നാക്സ് കൊടുക്കരുത് എന്നൊന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കരുത്. ഇത് എന്നുള്ളതൊന്നുമല്ല, വല്ലപ്പോഴും. അപ്പോൾ അങ്ങനെ അവർ വാങ്ങി. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ എത്രയേ ഉള്ളൂ. ബൈ.